2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. അധ്യാപക ദിനത്തിൽ അധ്യാപികയെ ആദരിച്ചു. പൊന്നൂരിനെ CKCHSS സ്കൂളിലെ അധ്യാപികയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന KPSTA ജില്ലാ സെക്രട്ടറിയുമായ സാമൂഹിക പ്രവർത്തക ഇടക്കൊച്ചി സ്വദേശി പാൻസി ഫ്രാൻസിസിനെയാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. ചടങ്ങ് കൗൺസിലർ അഭിലാഷ് തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ S. രാധാകൃഷ്ണന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം അധ്യാപക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും മഹത്തരവുമുള്ളതും മൂല്യവുമേറിയ ഒരു പ്രവൃത്തിയാണ് അധ്യാപനം എന്ന് പറയുന്നത്. ഒരു പുതുതലമുറയെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുവാനും പഠിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു അധ്യാപകനാണ്. നമ്മളിന്ന് നാട്ടിൽ കാണുന്ന അരാജകത്വങ്ങളെല്ലാം കുറേയൊക്കെ നമ്മൾ കാണുന്നതാണ്. നല്ല ശിക്ഷണം കിട്ടാത്ത ഇടങ്ങളിൽ നിന്ന് വരുന്നത്. ഫൗണ്ടേഷൻ ചെയർമാൻ മേജോ കെ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഷെബിൻ ജോർജ്, സെൽജൻ അട്ടിപ്പറ്റി, MA ജോസി, സെബാസ്റ്റ്യൻ ആന്റണി, CM ഇബ്രാഹിംകുട്ടി, സരിത ജോൺസൺ, ഫ്രാൻസിസ് EA, TA ജലീൽ, രാജേഷ് കുമാർ, ഷെയ്ൻ ആന്റണി, KJ റോബർട്ട്, സ്മിത റോബിൻ, പെക്സൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഞാൻ എൻ്റെ അധ്യാപന ജീവിതം ഇവിടെ ഒരു പബ്ലിക് സ്കൂളുകളായിട്ടാണ് ഞാൻ ആരംഭിച്ചത്. അന്നൊന്നും എനിക്കൊരു CBSEയിൽ പഠിപ്പിക്കുമ്പോൾ പോലും കിട്ടാത്ത ഒരു സ്നേഹവും ഒരു കരുതലും പേരൻസിന്റെ ഭാഗത്തു നിന്നായിട്ടാണെങ്കിലും നമ്മുടെ മോനെ മക്കളെ എന്ന് വിളിച്ചല്ലാതെ ഇവിടെ എൽസിക്കൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിക്കാറ്. അവരെ വഴക്ക് പറയാറുണ്ട്, പക്ഷെ ഓടി വരാറുണ്ട്. 10 കഴിഞ്ഞ് അവരെ നമ്മൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ എനിക്കെപ്പോഴും വീക്ക് സ്റ്റുഡൻസിന് ഒരുപാട് കിട്ടാറുണ്ട് പഠിപ്പിക്കാൻ. ഞാൻ ഇപ്പോൾ ഈ നിമിഷം ഞാൻ പറയുന്നത്, ഞാനൊരു ഭയങ്കര ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ഹാർഡ് വർക്കിലൊക്കെയാണ് എൻ്റെ ഭാഗ്യവും എൻ്റെ പേരൻസിൻ്റെ പ്രാർത്ഥനയും കൊണ്ടാണ് ഞാനൊരു അധ്യാപികയായി മാറിയത്. ഇവിടെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ പറഞ്ഞു അല്ലേ. ഇന്നും ഉഷ ടീച്ചറിനെ മറക്കാത്ത സാറിനെ ഞാൻ ഓർക്കുന്നു. സാറ് പറഞ്ഞ വാക്കുകൾ അതേപോലെ ഒരുപാട് മക്കൾക്കും ഞാനും അതേപോലെ ഓർമ്മയായിരിക്കുന്നു എന്ന് ഈ കുറച്ച് നാളുകൾ ഞാനൊരു അധ്യാപനത്തിൽ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.